പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 മെയ് മാസം 18-ാം തീയതി ശനിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ ഈ മാസത്തിന്റെ 3-ാമത്തെ ശനിയാഴ്ചയിലേക്ക്, ഒരു പുത്തൻ വീക്കെൻഡിലേക്ക് കർത്താവ് നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. നാം ഏവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ആരോഗ്യത്തോടും ബലത്തോടും ദൈവകൃപ അനുഭവിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഒരുക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആത്മാർത്ഥമായ ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 29-ാം വാക്യം. ഐസയ ചാപ്റ്റർ 40 വേഴ്സ് 29 നാം ഇങ്ങനെ വായിക്കുന്നു: അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം ആരംഭിക്കുമ്പോൾ ഓടി നടന്ന് തളർന്ന യുദ്ധങ്ങൾ, അടിമത്തങ്ങൾ, ബന്ധനങ്ങൾ, പ്രതികൂലങ്ങൾ, പരാജയങ്ങൾ, മനുഷ്യൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ, ദൈവത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇസ്രായേൽ ജനം തന്നെ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ, സമീപ ദേശത്തുള്ള നാട്ടുരാജ്യങ്ങളുടെ പ്രശ്നങ്ങൾ എന്നു വേണ്ട, അകത്തു നിന്നും പുറത്തു നിന്നും ദൈവത്തിൽ നിന്നും ഒക്കെയായി ഓടി തളർന്ന ഒരു ജനതതി. ആ ജനത്തോട് 40-ാം അധ്യായം തുടക്കത്തിൽ പറയുകയാണ്: ഇനിയും നിങ്ങൾ ഓടണ്ട, തളരണ്ട, ആശ്വസിക്കുക, നിങ്ങളുടെ പാപം മോചിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ ആകെ തളർന്നവരാണ്, ക്ഷീണിച്ചവരാണ്, ഇനിയും നിങ്ങൾക്ക് ആ അവസ്ഥ ഉണ്ടാവുകയില്ല. അങ്ങനെ ആകമാനം തകർന്ന് തളർന്ന് ക്ഷീണിച്ച് ബലഹീനരായി ഒറ്റപ്പെട്ട് ഇനി മുൻപോട്ട് ഏത് നിലയിൽ എങ്ങനെ ആയിരിക്കും എന്നുള്ള വളരെ ആശങ്കയോടെ ഇരിക്കുന്ന ദൈവജനത്തോട് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം പറയുന്ന വാക്കുകളാണ് ഇന്നത്തെ വാഗ്ദത്ത വചനം. അതെ, അവൻ ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ബലം നൽകുന്ന ദൈവമാണ്. അവൻ ബലഹീനരെ താങ്ങുന്ന ദൈവമാണ്. അശക്തരെ കരുതുന്ന ദൈവമാണ്. അതെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ബലഹീനരായി തീരുമ്പോൾ, അശക്തരായി മാറുമ്പോൾ, ജീവിതത്തിൽ അനേക പ്രതിസന്ധികൾ അനുഭവിക്കുമ്പോൾ കൂടെ നിൽക്കുന്നവർ വിട്ടുകളയും. അതെ, നാം കരുതും എൻ്റെ കൂട്ടുകാർ, എൻ്റെ കൂടപ്പിറപ്പ്, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ കൂട്ടായ്മക്കാർ, എൻ്റെ സഭ, എൻ്റെ കൊളീഗ്സ്, ഇവരൊക്കെ എൻ്റെ കൂടെ കാണുമെന്ന്. ഒരിക്കലുമില്ല പ്രിയവരെ. ഇവരൊക്കെ നമ്മുടെ നല്ല സമയത്ത് കൂടെ നിന്ന് കൈയടിക്കുകയും ചിരിക്കുകയും സന്തോഷം പങ്കിടുകയും ചെയ്യും. പക്ഷേ നമുക്ക് ഏതെങ്കിലും വിധത്തിൽ ഒരു വീഴ്ച, ഒരു തളർച്ച, ഒരു ബുദ്ധിമുട്ട്, ഒരു പ്രയാസം നേരിടുമ്പോൾ ഇവരൊക്കെ വളരെ ശാന്തമായി അവരവരുടേതായിട്ടുള്ള നിലയിൽ ഉൾവലിഞ്ഞ് നമ്മളെ ഒറ്റപ്പെടുത്തി കളയും. അങ്ങനെ ആരെങ്കിലും ഞാൻ ഒറ്റപ്പെട്ടു, എൻ്റെ കൂടെയുള്ളവർ ആരുമില്ല, ഞാൻ അശക്തനാണ്, എൻ്റെ കുടുംബം ആകെ ബലഹീനമായിരിക്കുന്നു, എന്നെ സഹായിപ്പാൻ ആരുമില്ലല്ലോ, ഞാൻ എത്രയോ പേരെ കരുതിയതാണ്, സഹായിച്ചതാണ്, ഞാൻ മുന്നും പിന്നും നോക്കാതെ കൈ തുറന്ന് സഹായിച്ചതാ, എൻ്റെ ഭവനം ഞാൻ തുറന്നു കൊടുത്തതാ, അനേകരെ ഞാൻ കരുതിയതാ, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാ, പക്ഷേ ഇന്ന് എൻ്റെ അവസ്ഥ ഇതാണല്ലോ എന്ന് ചിന്തിച്ച്, അല്ല, അതേ അനുഭവത്തിൽ കൂടെ പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ, സഹോദരങ്ങളെ, ഈ ലോകത്തില് ആര് കൈവിട്ടാലും, ആര് ഒറ്റപ്പെടുത്തിയാലും, ആര് തള്ളിപ്പറഞ്ഞാലും നിങ്ങളെ തള്ളിക്കളയാത്ത, ഒറ്റപ്പെടുത്താത്ത, വിട്ടുകളയാത്ത സ്വർഗത്തിലെ ദൈവം പറയുന്നു, ബലഹീനനെ ബലവാനാക്കുന്ന ഒരു ദൈവം, അശക്തനെ ശക്തനാക്കുന്ന ഒരു ദൈവം, നിരാശയിൽ കൂടെ കടന്നു പോകുന്നവനെ പ്രത്യാശ നൽകി മാനിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. അതെ, ഈ ശനിയാഴ്ച രാവിലെ ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ നട്ടം തിരിഞ്ഞ് ഒരാഴ്ച വട്ടം കൂടെ കഴിഞ്ഞു.
അടുത്തയാഴ്ച എങ്ങനെയായി തീരും, ഞാൻ കൊടുത്തു തീർക്കേണ്ട പണം, എന്റെ ജോലി, എന്റെ കുഞ്ഞിന്റെ അഡ്മിഷൻ, എന്റെ വിസ, എന്റെ നിലനിൽപ്പിന്റെ പ്രശ്നം. മുൻപോട്ട് നോക്കുമ്പോൾ പ്രതീക്ഷയ്ക്ക് ഒരു വകയുമില്ല. പുറത്തു നിന്ന് ആളുകൾ നോക്കുമ്പോൾ നല്ല ഭവനം, നല്ല വസ്ത്രം, കാണാൻ കുഴപ്പമില്ല, പുറത്തിറങ്ങിയാൽ എല്ലാം കൊണ്ടും അംഗീകരിക്കപ്പെടുന്നു. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ നീറുന്നത് നിങ്ങൾക്കും അല്ലെങ്കിൽ അവരവർക്കും ദൈവത്തിനും മാത്രമേ കഴിയുകയുള്ളൂ. അങ്ങനെയുള്ളവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ വളരെ ശാന്തമായി ഹൃദ്യമായി സംസാരിക്കുന്നു. മകനെ, മകളെ, പിതാവേ, മാതാവേ, നിങ്ങളെ ബലപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം കൂടെയുണ്ട്. അതുപോലെ എന്നെ കേൾക്കുന്ന ടീനേജിലായിരിക്കുന്ന എൻ്റെ കുഞ്ഞ് അനുജന്മാരെ, അനുജത്തിമാരെ, എൻ്റെ യുവജന സുഹൃത്തുക്കളെ, ഇന്ന് നിങ്ങളുടെ ഏറ്റവും വലിയ ബലഹീനത എന്ന് പറയുന്നത് നിങ്ങളുടെ സുഹൃത്ത് വലയങ്ങളാണ്. കൂട്ടുകാർ വേണ്ട, ഫ്രണ്ട്ഷിപ്പ് വേണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, നിങ്ങളുടെ സിബ്ലിങ്സിനേക്കാൾ, നിങ്ങളുടെ ആത്മീയ നേതൃത്വം നൽകുന്ന നിങ്ങളുടെ എൽഡേഴ്സിനേക്കാൾ ഒക്കെ നിങ്ങൾ ഇന്ന് കേൾക്കുന്നത്, അനുസരിക്കുന്നത്, ഫോളോ ചെയ്യുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ വാക്കുകളാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇവരെന്തൊക്കെയോ ആണ് എന്ന് നിങ്ങളുടെ ഉള്ളിൽ ധരിച്ച് ഒരു വലിയ ദിവാസ്വപ്നം കണ്ടുകൊണ്ട് ആരെയൊക്കെയോ ഫോളോ ചെയ്യുന്നു, അവരുടെ വാക്കുകളാണ്. എന്നെ കേൾക്കുന്ന യുവജന സുഹൃത്തുക്കളെ, എന്റെ കൊച്ചു സഹോദരിമാരെ, സഹോദരന്മാരെ, ഇവരൊക്കെ നിങ്ങളെ വിട്ടുപോകും കേട്ടോ. ഇവരൊക്കെ നിങ്ങളെ ഇട്ടെറിഞ്ഞു പോകും. നിങ്ങളിപ്പോൾ മരിക്കാൻ വരെ തയ്യാറായി നിൽക്കുന്ന നിങ്ങളുടെ വലിയ ഉറ്റ ചങ്ങാതി എന്ന് പറയുന്നവർ നിങ്ങൾക്കൊരു ക്ഷീണം വരട്ടെ, ഒരു പ്രയാസം വരട്ടെ, അവരിട്ടേ ചോടിക്കളയും. അന്നേരവും നിങ്ങളുടെ കൂടെ നിൽക്കാൻ നിങ്ങളുടെ മാതാപിതാക്കളെ കാണുകയുള്ളൂ. അതിനെക്കാട്ടിലും ഉപരിയായി നിങ്ങൾ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ഇന്ന മാതാപിതാക്കളാൽ നിങ്ങൾ ജനിക്കണമെന്ന് സ്വർഗത്തിലെ നിർണയം നിരൂപിച്ച സ്വർഗത്തിലെ ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. അതെ, യെശയ്യാ പ്രവാചകൻ തന്നെ പറയുന്നു, ഒരു പെറ്റമ്മ തന്റെ കുഞ്ഞിനെ മറക്കുമോ? മറന്നാലും ഞാൻ നിങ്ങളെ മറക്കുകയില്ല. അതെ, നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ കൈവിട്ടാലും കൈവിടാത്ത ദൈവം ഇന്ന് അസന്നിഗ്ധമായി വിളിച്ചു പറയുന്നു, ബലഹീനനെ ബലവാനാക്കുവാൻ ഞാൻ കൂടെയുണ്ട്, അശക്തരെ ശക്തനാക്കുവാൻ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. അതെ, സൃഷ്ടാവായ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഈ ദൈവം ഇന്ന് പകൽ ജീവജലം ശ്രവിക്കുന്ന ഓരോ വ്യക്തികളെയും, ഓരോ കുടുംബങ്ങളെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ കൃപകൾ കൊണ്ട് പൊതിയട്ടെ. നിങ്ങളുടെ ബലഹീനതകളെ തമ്പുരാൻ കണ്ട് മാനിച്ച് ബലപ്പെടുത്തി ദൈവകൃപയോട് നിൽക്കുവാൻ ഇന്നത്തെ വാഗ്ദത്ത വചനം നിങ്ങളെ ഓരോരുത്തരെയും ഒരുക്കുകയും ചെയ്യട്ടെ. അതിനായി നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. ബലവാനും കാരുണ്യവാനും ശക്തനും ഞങ്ങളെ എല്ലായ്പ്പോഴും വഴി നടത്തുന്നതുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഓടിത്തളർന്ന് ആകമാനം തരിപ്പണമായി പ്രതികൂലത്തിന്റെ വളരെ പ്രതിസന്ധിയുടെ ആഴക്കടലിൽ നിൽക്കുമ്പോൾ ഇസ്രായേൽ ജനത്തോട് തന്റെ പ്രവാചകനായ യെശയ്യാവിൽ കൂടെ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ബലഹീനത മാറ്റുവാൻ കൂടെയുണ്ട്. നിങ്ങൾ അശക്തരാണോ? നിങ്ങളെ ശക്തിപ്പെടുത്തുവാൻ ഞാൻ കൂടെയുണ്ട്. ഈ ഇമ്പസ്വരം ഇന്നും ഞങ്ങളെ ഇവിടുന്ന് കേൾപ്പിച്ചതിനാൽ, ഞങ്ങളെ ബലപ്പെടുത്തിയതിനായി സ്തോത്രമപ്പ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനം കേൾക്കുന്നവരിൽ അനേകർ ഒറ്റപ്പെട്ട അവസ്ഥയിലുണ്ട്, വേദനയിലുണ്ട്, നിരാശയിലുണ്ട്, സങ്കടത്തിലുണ്ട്, വിഷമത്തിലുണ്ട്, അശക്തരായും ബലഹീനരായും കഴിയുന്നവരുണ്ട്. അപ്പനവരോട് ഇടപെടണമേ, ദൈവകൃപ വ്യാപരിക്കണമേ. ഇന്നത്തെ വചനം അവരെ ശക്തിപ്പെടുത്തണം, അവർക്ക് നിലനിൽക്കുവാനുള്ള വലിയ ദൈവകൃപയാക്കി മാറ്റണം. സ്വർഗീയ നന്മകളാൽ അവരെ നിറയ്ക്കണം. എല്ലാ അനുഗ്രഹങ്ങളാലും ഞങ്ങളെ പൊതിയണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ വചനം
നമ്മെ വളരെയധികം ശക്തിപ്പെടുത്തുന്നതും നമ്മെ പ്രതികൂലത്തിൽ നിലനിർത്തുന്നതുമാണ്. ആരെല്ലാം വിട്ടുമാറിയാലും മാറാത്ത ദൈവം നമ്മുടെ ഏത് ബലഹീനതയിലും, നമ്മുടെ ഏത് ക്ഷീണത്തിലും, ഏത് തളർച്ചയിലും ബലം നൽകി, ശക്തി നൽകി, പ്രത്യാശ നൽകി നമ്മളെ ജയത്തോടെ നടത്തുന്നവനാ. ആ ദൈവം ഇന്നത്തെ വാഗ്ദത്ത വചനം നാം കേട്ടതുപോലെ നമ്മെ ഓരോരുത്തരെയും പ്രൊട്ടക്ട് ചെയ്ത് പരിപാലിച്ച് ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവകൃപയോടെ നടത്തട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ഒരുക്കുകയും ചെയ്യട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ്സസ് ഓൾ.